ഇനി നമുക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഇത് 4 പേർക്ക് കഴിക്കാവുന്ന ഒരു അളവാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ വേവിച്ചെടുക്കാം. 150 ഗ്രാം ബോൺലെസ് ചിക്കനാണിത്. ഇത് നമുക്കാദ്യം ഒരു കടായിൽ അരി അളന്ന ഗ്ലാസ്സിന്, അരി ഒരു ഗ്ലാസ് ആണെങ്കിൽ അതിൽ ഞാനിവിടെ 3 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ അരി വേവിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച ശേഷം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 വെളുത്തുള്ളി വലുതാണ്, അത് ചെറുതായി പൊളിച്ചിട്ട് അതിലേക്ക് ചേർത്തു. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് വരണം. നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ഈ സമയം ഇനി റൈസ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. 300 ഗ്രാം റൈസാണ്. നല്ലതുപോലെ കഴുകി അതിലേക്ക് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നു. ഒരു 20 മിനിറ്റ് ഓളം അതിരിക്കട്ടെ. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ആയോ എന്ന് നോക്കാം. ഒരു പീസിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് മുറിഞ്ഞ് വരികയാണെങ്കിൽ 2ആയി വന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഈ ചിക്കൻ പീസസ് നമുക്കിതിന്ന് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്കത് ചെറിയ പീസസാക്കി മാറ്റാം. നമുക്കിനി റൈസ് വേവിച്ചെടുക്കാം. അതിനായി സ്റ്റൗവിൽ വേറൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഈ ചിക്കൻ സ്റ്റോക്കാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിയാണ്, ഈ ഗ്ലാസ്സിലാണ് ഞാൻ അളന്നത്. അതിൽ 1 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തു. അടുത്ത 1 ഗ്ലാസ് കൂടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്, അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിയെടുത്ത് അളന്ന അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം, അതേ ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ് നോർമൽ വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇതിലല്പം ഉപ്പുണ്ടാവും, നമ്മൾ ചിക്കനിലിട്ടത് വളരെ, അപ്പോൾ റൈസിന് ആവശ്യമായ ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചാൽ മതി. 6-7 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും അത് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. പോലെ വേവണ്ട, ഒരു 1/4 വേവ് ആയാൽ മതി. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അരി മുറിഞ്ഞ് പോകാൻ പാടില്ല, അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് സ്റ്റൗ ഓഫാക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ സ്റ്റൗ ഓഫാണ്, ഫ്ലെയിം ഓഫാണ്. ഇങ്ങനെ മൂടി വെച്ച് ഒരു 5 മിനിറ്റോളം ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് റൈസ് ഒന്ന് എടുത്ത് നോക്കാം. വളരെ നല്ലപോലെ വേർവിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് നല്ലപോലെ തണുക്കാനായിട്ട് വയ്ക്കാം. ഫാന് ചോട്ട് വെച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്. അതിരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അത് ചെറിയ പീസസാക്കി മാറ്റാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ചെറിയ പീസസായിട്ട് വരും. ചിക്കൻ ഷ്രെഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓംപ്ലേറ്റ് തയ്യാറാക്കാം.
ഇപ്പം അതിൽ തന്നെ ചെയ്യുന്നുണ്ട് ആളുകൾ. എനിക്കത് അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആംപ്ലേറ്റ് വേറെ ചെയ്തിട്ട് അത് ചെറിയ പീസസാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിലേക്ക്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തയ്യാറായിട്ടുണ്ട്. നമുക്കിനി നീളത്തിൽ ഇത് ചെറിയ പീസസാക്കി മുറിച്ചെടുക്കാം. ചെറിയ പീസസാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ക്യാബേജ് 4 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ബീൻസ്, ചെറിയ ഒരു ഉള്ളി, ചെറിയ ഒരു ക്യാരറ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ചെറിയതായി മുറിച്ചെടുത്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, അല്ലാതെ മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, വിനാഗിരി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കി വയ്ക്കാം. നമുക്ക് സ്റ്റൗവിലൊരു കടായി വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് ചൂടാവട്ടെ. തന്നെ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയതായി മുറിച്ച് വെച്ച വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു ചെറിയ സവാളയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും ഒരുവിധം വഴന്നു വരട്ടെ. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് അത് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഫ്രൈഡ് റൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, അതുപോലെ തന്നെ ക്യാബേജ്, ഇതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. 4 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഒരു 4 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ റൈസൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് ഈ വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വളരെ പതുക്കെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറായി. നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഒന്നുകൂടെ അല്പം മല്ലിത്തഴ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം.